അടൂർ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിക്ക് തുടക്കം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീനാദേവി കുഞ്ഞമ്മ ചന്ദനപ്പള്ളിയിൽ നടന്ന പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. RSSന്റെയും സംഘപരിവാറിന്റെയും BJPയുടെയും ആശയങ്ങളോട് എല്ലാ കാലത്തും ചേർന്ന് പ്രവർത്തിക്കുന്ന ഇടമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറ്റപ്പെടുമ്പോൾ ആ ആശയങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ നമ്മളറിയാതെ, നമ്മുടെ നാടറിയാതെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ജീവിതവും ആ ജീവിതത്തിലേക്ക് അവരുടെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഈ നാടിൻ്റെ എല്ലാവിധമായ ചരിത്രത്തെയും എല്ലാവിധമായ നിലനിൽപ്പിനെയും മുന്നോട്ട് പോക്കിനെയും ഗതിവിഗതികളെയും സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തെയും ഒക്കെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുത്തുവാൻ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന സംസ്ഥാന ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടത്. പത്തനംതിട്ട ജില്ല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് സഞ്ചരിക്കുന്ന അപജയങ്ങളുടെ യാത്രയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച്, കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കൊക്കെയും ഏറ്റവും ബാലപാഠം പോലെ, എഞ്ചുപടി പഠിക്കുന്നത് പോലെ പരിചിതമാണ് ഈ നാട്ടിലെ ആരോഗ്യ മേഖല എത്രത്തോളം തകിടം മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. സാധാരണക്കാർ ഏറ്റവും വിശ്വാസത്തോടുകൂടി സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലേക്ക് ഇന്ന് സർക്കാർ വിലാസം അഴിമതി കേന്ദ്രമായിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ മേഖല അധപ്പതിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന എനിക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നമായ കൈ അടയാളത്തിൽ വോട്ടുകൾ നൽകി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ മണ്ഡലത്തിലെ കൊടുമണ്ഡ മണ്ഡലത്തിലെ പ്രചരണ പരിപാടിയാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. ഇന്നലെ കുരമ്പാലയിലും അതുപോലെ തന്നെ തുമ്പമണ്ണിലും ഏറെ വൈകിയാണ് നമ്മുടെ പ്രചരണ പരിപാടി വളരെ ജനകീയമായി തന്നെ ജനപരിപാടികൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനരായ കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, 1994-96 കാലഘട്ടങ്ങളിൽ പന്തളം NSS കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ എടുത്ത് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഈ മണ്ണിന്റെ തുമ്പമണ്ണിൽ ജനിക്കുകയും ഇവിടെ പൊതുപ്രവർത്തനം നടത്തും ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുവാൻ കിട്ടുന്ന ഈ അവസരത്തെ ഞാൻ സ്നേഹബുദ്ധിയോടുകൂടി ഈ വലിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിലേൽപ്പിച്ച ഈ കടമ അത് നിർവഹിക്കുവാൻ എക്കാലവും ഞാൻ കടപ്പെട്ടവനായി തന്നെ നിൽക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് 3 തവണ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് അംഗമായും അതുപോലെ തന്നെ 2 തവണ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും വകയാർ സർവീസ് സഹകരണ ബാങ്കിലും അതുപോലെ തന്നെ കോന്നി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിലും ഡയറക്ട് ബോർഡ് അംഗമായുമുള്ള കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനം സംശുദ്ധമായ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. അതിൻ്റെ ഒരു അംഗീകാരമായി ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുമ്പോൾ ഇന്നലകളിൽ ഈ നാട്ടിൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള ശ്രീമാൻ അടൂർ പ്രകാശ് MPയുടെയും ശ്രീമാൻ ആന്റണിയുടെ MPയുടെയും ഒക്കെ വികസന കാഴ്ചപ്പാടുകൾ നേരിൽ നോക്കിക്കണ്ടു വളർന്ന ഒരു എളിയ പൊതുപ്രവർത്തനം എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു പോയ അടൂർ നിയമസഭാ മണ്ഡലം തിരികെ പിടിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ